ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ഉണ്ണിയുടെ ആക്ച്വലി അവിടെ ഇപ്പം 3 മാസമായി 90 ദിവസമായി ഇന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കാം, ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന്. അപ്പോൾ ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു കാര്യം, പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ iOS ഡെവലപ്പർ എങ്ങനെയാണ്, നമുക്ക് iOS ഡെവലപ്പർ എങ്ങനെ ആവാൻ പറ്റും, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ എൻ്റെ ഉണ്ണീനെ ഫസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു, ഇനി ചെറിയ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അവളുടെ കാണിച്ചു തരാം. അപ്പോൾ അവൾ ഇന്ന് കുളിച്ചൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഡ്രസ്സ് മാറും. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് വർത്താണ് വരേട്ടാ. ഉണ്ണിയേ, എത്ര ദിവസമായി തക്കു കുഞ്ഞുമോളെ? അമ്മയുടെ കുഞ്ഞുമോളെ എവിടെയാ സംസാരിച്ചേ? അച്ഛോ അച്ഛോ അച്ഛോ, നമുക്കിത് ഫോട്ടോ എടുക്കണ്ടേ? അച്ഛോ അച്ഛോ, എല്ലാവരുടെ ഹായ് എന്ന് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. ഞാനിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടാ. അയ്യോ, മൊബൈൽ അടുത്തേക്കോ കൊണ്ടുവന്നപ്പോൾ ആള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ മമ്മി ഒന്ന് ഹായ് എന്ന് പറഞ്ഞേ. അപ്പോൾ മമ്മിയാണ് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് അവൾക്ക്. വെള്ളയാണ് ഇന്ന് ഇട്ടോണേ, കാരണം ഇന്ന് 90 അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ള തന്നെ ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയാണ് സ്റ്റിച്ച് ചെയ്തത് ഈ ഡ്രസ്സ്. ഞാൻ ഓൾറെഡി ഫോട്ടോ ഇട്ടിരുന്നതാണ്, പക്ഷേ ഇന്ന് 90 ആയതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇഷ്ടായി. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒച്ചകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമുക്കിന്ന് പാട്ട് എടുക്കണ്ടേ? അച്ചടാ 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 അച്ചടാ. ഇതാണ് ടോപ്പ് അവളുടെ കേട്ടോ, ഇങ്ങനത്തെ ടോപ്പ്. അച്ചടാ. ഇത് പാവാട റെഡിമെയ്ഡാണ് കേട്ടോ. ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതാ, പക്ഷെ പാവാട റെഡിമെയ്ഡാണ്. പിന്നെ ഞങ്ങൾ കുളിച്ചിട്ടൊക്കെ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണ് എഴുതാറ് ഇല്ല, കാരണം വെച്ച് ഇവർക്കത് പറ്റുന്നില്ല. രാവിലെ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ദേഷ്യം വരാൻ തുടങ്ങി. അതെ അമ്മയോ? ഓയ്യടാ അച്ഛടാ, പാല് കുടിക്കാൻ സമയമായി. അതാണ് എനിക്കിതിൽ കിടത്തവളെ. അച്ഛോ, ഇനി പാല് കുടിച്ച് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ. സമ്മതിക്കുന്നില്ല. ഒന്ന് നോക്കി. ഞാൻ സമ്മതിക്കില്ല അമ്മേ, എനിക്ക് പാൽ തരുന്നില്ല. നിൽക്കും. ശരിട്ടാ. അങ്ങനെ പാല് കൊടുത്തു, പക്ഷേ ഭയങ്കര വാശിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ അവളെ കിടത്തി ഉറക്കി. അപ്പം നമുക്കിനി ഇങ്ങനെ ഫോട്ടോ എടുക്കേണ്ടി വരും. കണ്ണ് തുറന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ ആള് നല്ല വാശിയിലായിരുന്നു, സമ്മതിക്കുന്നില്ല. സാരില്ല, നമുക്കിത് വെച്ചിട്ടെടുക്കാം.
ഇസമോളെ ഇസമോളെ. ഓ നല്ല ഉറക്കത്തില്ല. എനിക്കിങ്ങനെ ആട്ടി കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ഇന്ന് ഒരു വൈറ്റ് പാവാടയാണ് ഇട്ടിരിക്കണേ. പക്ഷെ ടോപ്പ് വേറെ കളറാണ് യൂസ് ചെയ്യുന്നത്, കാരണം വൈറ്റ് ടോപ്പില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പ് ഞാൻ ഇടും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഫോട്ടോസിൻ്റെ കുറച്ച് എടുക്കാൻ പോവാണ്. കുറച്ച് ഒരു സ്ഥലം ഒക്കെ 3 എഴുതിയിട്ടൊരു വീഡിയോസും ഫോട്ടോസും ആണ് ഇനി എടുക്കാണത്. ഇസമോളെ ഇസമോളെ അമ്മയുടെ മോളെ വിടിയാ, അമ്മയുടെ മോളെ വിടിയടി. അച്ചു അച്ചു എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇവൾക്ക്. അപ്പോൾ പക്ഷെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ ടോപ്സൊക്കെ നോക്കി. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട്, മറ്റേ ടോപ്പുകളൊന്നും പാകമല്ല. അപ്പം ഞാനൊരു ടോപ്പ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു, സിപ്പൊക്കെ വെച്ചിട്ടൊരു ടോപ്പ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പ് ഞാൻ എൻ്റെ വൈറ്റ് സ്കേർട്ടിൻ്റെ ഒപ്പം ഞാൻ ഇട്ടു. ഭംഗിയുണ്ട് അല്ലേ മമ്മി? ഓക്കെ. അപ്പോൾ ഇനി ജസ്റ്റ് ഉണ്ണിയുടെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവളോടൊപ്പം ഞാനും ഫോട്ടോസ് എടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവൾ ഇടയ്ക്ക് എനിക്കിത് പിന്നെ വീണ്ടും കിടന്നുറങ്ങാണ് സമ്മതിക്കുന്ന സെക്രട്ടറിയിൽ. അപ്പം ഞാൻ ജസ്റ്റ് പാല് കൊടുത്തിട്ടൊന്നും ഉണ്ടാക്കിയാണ്. അപ്പോൾ ഈ റിബിലൊന്നും ഇടലുണ്ട് വെച്ചിട്ട് ഇടാനും ചെയ്യാൻ അറിയില്ല. ഇച്ചിരി ടൈറ്റായോ? ടൈറ്റായിട്ട് ഇല്ലെങ്കിൽ ഇടില്ല. വേണ്ട, ഇത് വേണ്ട, കുറച്ച് ടൈറ്റായി തോന്നുന്നുണ്ട്. ഇതന്നെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം. എങ്ങനെയുണ്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാല്ലേ? അപ്പൊ നല്ല കണ്ണൊക്കെ തുറന്നിരിക്കാനാണ്. എല്ലാവർക്കും ഫോട്ടോ എടുക്കണ്ടേ? എടുക്കുമ്പോ അപ്പൊ തന്നെ എനിക്ക് സമ്മതിക്കുന്നില്ല എന്ന് പറ്റും. നമുക്ക് അച്ചു നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? അപ്പം ഞാൻ ജസ്റ്റ് ക്ലാസ്സുകൾ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സമ്മതിക്കുന്നില്ല. ഇത് 28-ന് ഇട്ട ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുത്താലാ ഇസമോളെ? അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഈ സമ്മതിക്കുന്നില്ല ശരിക്കും. സൈഡിൽ നിൽക്കണമല്ലോ. എത്ര നേരം വെച്ചിട്ടും സൈഡ് പോസാണ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇസമോളെ ഇസമോളെ അമ്മയുടെ മോളെ എവിടെയാ? ഇസമോളെ അച്ചു ഇസമോളെ. ലൈറ്റ് ഇടട്ടെ, കാണുന്നില്ലാത്ത എനിക്ക് തോന്നുന്നുണ്ട്. അച്ചു 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 അച്ചടാ അച്ചടാ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഞാനൊരു സ്ഥലത്തേക്ക് എടുത്തിരിക്കുക, സോഫയിൽ തന്നെ എടുത്തിരിക്കുകയാണ്. പിന്നെ അവിടെ ഒന്നാമത്തെ കേസ് സമ്മതിക്കുന്നില്ല ഫോട്ടോസ് എടുക്കാനായിട്ട്. ഈ ഇടയ്ക്ക് കറിയുന്നു, പിന്നെ വീണ്ടും ശരിയാവണം, പിന്നെ അങ്ങനെ. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇസമോളെ അമ്മേനെ നോക്കി, അമ്മേനെ നോക്കി. അച്ചടാ അച്ചടാ. ചിരിച്ചേ, കുറച്ച് ചിരിച്ചേ. അമ്മയുടെ ഇപ്പോൾ ഫോട്ടോ എടുക്കണ്ടേ? ഇസമോളെ ചിരിച്ചടാ, ചിരിച്ചടി. കാര്യമായിട്ട് എന്നെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോണ്ടി. പിന്നെ ഇവൾക്ക് ഞാൻ ഇവളുടെ അപ്പാപ്പൻ ഒരു സംഭവം മേടിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് ഈ ശബ്ദം ഒക്കെ ഇഷ്ടമില്ല. ഇതിലിങ്ങനെ തട്ടി കഴിഞ്ഞാൽ കണ്ടിങ്ങനെ ലൈറ്റൊക്കെ വരും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ്. ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അച്ചടാ അച്ചടാ. ഇത് നിങ്ങളുടെ ബേബീസിനൊക്കെ ഇത് മേടിച്ച് തരണം നല്ലതാട്ടോ. അപ്പോൾ നിങ്ങളുടെ ബേബീസിന്, ന്യൂ ബോൺ ബേബീസിന് ഇത് മേടിച്ച് കൊടുക്കണം നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് ഈ ലൈറ്റ് ശരിക്കും ഇങ്ങനെ തട്ടി കഴിഞ്ഞ് ഈ ലൈറ്റാണ് ശ്രദ്ധിക്കുന്നത്. എന്താ
ജസ്റ്റ് ബേബീസിന് ന്യൂ ബോൺ ബേബീസിനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ടോയ്സൊക്കെ മേടിക്കണം, നല്ലതാണ് കേട്ടോ. പക്ഷെ ശരിക്കും ഫസ്റ്റ് ഇപ്പോൾ ജനിച്ച് ഒരു 1 മന്ത് ആവുന്ന കുട്ടികൾക്ക് ഈ ബ്ലാക്ക് വൈറ്റ് കാർഡ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ബേബീസിനെ അത് കാണിക്കുന്നത് നല്ലതാണ്, കാരണം ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നല്ല കളിയിലാണ്. ഇസ മോളെ, ഇസ അച്ചടാ, അയ്യടാ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, അല്ലേ? അച്ഛ ഇസ മോളെ തക്കു കുഞ്ഞു വാവാ. അമ്മയുടെ മോളെ എവിടെയാ? അച്ചടാ, അമ്മയുടെ മോളെ എവിടെയാ? അച്ചടാ 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 അയ്യടാ. ഇങ്ങനെ കിടന്ന തലമൊക്കെ ഇങ്ങനെ പൊക്കും. പക്ഷെ ചില നേരത്ത് നല്ല കരച്ചിലാവട്ടെ അവസാനം. ഇപ്പം നല്ല ഇതിലാണ് അല്ല ഇവിടെ വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ചടാ ഇസമോളെ, അമ്മയുടെ മോളെ ഇങ്ങോട്ട് നോക്കി. അയ്യ അച്ഛ അച്ചടാ അച്ചടാ. അയ്യോ അയ്യോ എങ്ങടെ പോ. അല്ലെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാന് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ഇസമോളെ ഇങ്ങോട്ട് നോക്കേ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അച്ചു മതിയാവാറായിട്ടുണ്ട് കേട്ടാ. ഇനി മതിയാക്കാണ്. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഇത്ര മതിയായി. ചൂടെടുക്കാൻ തുടങ്ങി എനിക്ക് സത്യത്തിൽ. അപ്പോൾ എൻ്റെ ഇസമോള് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം കേട്ടോ. ഇങ്ങനെ തന്നെ എന്നിട്ട് ഞാൻ നിർത്താനും മതിയായി എനിക്ക് ഫോട്ടോ എടുത്തപ്പോൾ, കാരണം ഇവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.